ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രം ഹിബി ക്യാബ്സ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വാഗമണിലെ ഉളുപ്പണി എന്ന് പറയുന്ന സ്ഥലത്താണ്. വാഗമണിൽ നിന്നൊക്കെ തന്നെ ഒരു 8 കിലോമീറ്റർ നമ്മളിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഉളുപ്പണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലായിട്ട് ഒരു മനോഹരമായ ഒരു റിസോർട്ടാണ്. ആ റിസോർട്ടിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ തന്നെ ക്ലൗഡ് ബെഡ്, ഇവിടെ നേരത്തെ കുറച്ച് മുമ്പ് ഫുള്ളി ക്ലൗഡ് ബെഡ് ആയിരുന്നു. ഞാനിപ്പം പയ്യെ അതങ്ങ് മാറി തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ട് തകർത്ത് പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 4 വില്ലകളിലായിട്ട് ഒരു 16 റൂംസാണ് അവർക്ക് വരുന്നത്. അതുകൂടാണ്ട് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്കിനുള്ള അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ല, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഖട്ടറുള്ളതുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ വരുന്നതിൻ്റെ ഒരു എൻഡിൻ്റെ ഒരു 2 കിലോമീറ്റർ ഒരു ഇച്ചിരി റോഡ് ഒരു ഇച്ചിരി മോശമാണ്. പക്ഷെ എന്നാലും ആ ഒരു ഇതെല്ലാം നമ്മൾ താണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്കൊരു തകർപ്പൻ ഫീലാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലിൽ നമുക്ക് പോകാം. റിസപ്ഷനിൽ നിന്ന് നമ്മൾ നേരെ വരുമ്പം ആദ്യം തന്നെ പൂളിൻ്റെ ഒരു ബിൽഡിങ്ങാണ് വരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ പൂളും റെസ്റ്റോറൻറ്റും റിസപ്ഷൻ എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് റൂമിലേക്ക് പോകുന്നു. അവിടെ ഞാൻ ഓടി നേരെ പൂളിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പൂളിലൊക്കെ ആണെങ്കിൽ നല്ല വലിയൊരു പൂളാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റൂഫ്ഡ് പൂളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാരണം ഇത് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഡേ ടൈമിലേക്ക് ഇനിയിപ്പോൾ വെയിലുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം വെയിലാണെങ്കിലും മഴയാണെങ്കിലും തണലാണെങ്കിലും എപ്പോഴും വേണമെങ്കിലും ഈ പൂളിൽ വന്ന് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് ഈ പൂളിൽ തന്നെ വലിയൊരു പൂള് വരുന്നുണ്ട്. അത് കൂടാതെ കിഡ്സിനാണെങ്കിലും സെപ്പറേറ്റ് ഒരു പൂൾ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും അവിടെ അവരുടേതായിട്ടുള്ള രീതിയിൽ തടുത്തോളും. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ രീതിയിൽ ഈ പൂളിനകത്ത് നന്നായിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. ഈ റിസോർട്ടിൽ 4 വില്ലകളിലായിട്ട് മൊത്തം 16 റൂംസാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഒരു 4 ബെഡ്റൂമിൻ്റെ വില്ല എന്ന് പറയുന്നത് പ്യുവർലി പ്രീമിയം സെഗ്മെൻറ്റ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ആ പ്രീമിയം റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കയറി കണ്ടു നോക്കാം. പ്രീമിയം റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് ഒരു ബാൽക്കണി വരുന്നുണ്ട്. എന്തായാലും നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് കയറുവാണ്. നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. ആൻഡ് അമ്യൂണിറ്റീസ് എല്ലാം ഈ പറയുന്ന പോലെ തന്നെ ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ആൻഡ് ബെഡിങ് എല്ലാം അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ നല്ല ഏറ്റവും വലിയ അടിപൊളി സംഭവം എന്ന് പറയുന്നത് വ്യൂ ആണ്. കണ്ടാ സൂപ്പർ വ്യൂ അല്ലേ, ഇത് ഗ്ലാസ്സിൽ നിന്നൊക്കെയുള്ള വ്യൂ ഉണ്ട്. അതുകൂടാതെ ഈ പ്രീമിയം വില്ല വരുമ്പം ഇതിന് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ബാൽക്കണിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ ആണെങ്കിൽ ഇരുന്നിട്ട് ഇതുണ്ട് നല്ല മനോഹരമായ മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ട് അടിച്ച് പൊളിച്ചിരിക്കുക. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. നല്ലൊരു ടോയ്ലറ്റ്, ക്യൂബിക്കിളാണ് പ്രത്യേകം. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് പ്രീമിയം, ഇവരുടെ ഏറ്റവും ഹയർ കാറ്റഗറി റൂമായത്. അപ്പോൾ ഇതുപോലത്തെ 4 റൂംസ് വരുന്നു. ഇനി നമുക്ക് ഇവരുടെ ബേസ് കാറ്റഗറി റൂം കാണാനായിട്ട് പോകാം. നമ്മളങ്ങനെ ഡീലക്സ് റൂമിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ഡീലക്സ് റൂം വരുന്നതാണെങ്കിലും മുകളിൽ 2 റൂം താഴെ 2 റൂം വെച്ചിട്ടുള്ള അങ്ങനെയുള്ള 3 വില്ലകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു ലിവിങ് സ്പേസ് വരുന്നത്. നല്ലൊരു മനോഹരമായ ലിവിങ് സ്പേസ്. നമുക്കപ്പോൾ ഇവിടേക്ക് ആണെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കാം. അപ്പോൾ ഈ ലിവിങ് സ്പേസിനോട് നേരെ ചേർന്ന് തന്നെ ഒരു വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. ആ ബാൽക്കണിക്ക് ആണെങ്കിൽ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ട്, ഞങ്ങളിപ്പം രാവിലേക്ക് ആണെങ്കിൽ ക്ലൗഡ് ബെഡ് ഉണ്ട് ഈ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് കേട്ടോ. നല്ല മനോഹരമായ വാഗമണിൻ്റെയൊക്കെ വ്യൂ ഒക്കെ ഉണ്ട്. അടിച്ച് പൊളിച്ച് തകർക്കാൻ പറ്റിയ ഒരു സൂപ്പർ വ്യൂ കിട്ടും ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ തന്നെ ഈ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് 2 സൈഡിലായിട്ടാണ് റൂംസ് വരുന്നത്. ആ 2 സൈഡിലുള്ള റൂമെല്ലാം ഒരേ സൈസും ഒരേ സ്റ്റൈലിലും എല്ലാ അമ്യൂണിറ്റീസും എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി റൂമിലേക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ് നേരെ റൂമിലേക്ക് വരുമ്പോഴും ഇവിടെ നിന്നാണെങ്കിലും നല്ലൊരു അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഗ്ലാസ്ഡ് ആണ്. ആ ഗ്ലാസ്സിൽ നിന്നുള്ള നല്ല മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് ഇവൻ്റെ ബെഡിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളി സെറ്റപ്പാണ്. ആൻഡ് ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര സെറ്റപ്പ് അല്ലേ? അപ്പോൾ റൂംസൊക്കെ ആണെങ്കിലും ഈവൻ ഇതാണ് ഇവരുടെ ബേസ് കാറ്റഗറി റൂം. അപ്പോൾ ബേസ് കാറ്റഗറി റൂം തന്നെ നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഉള്ളത്. കാരണം വ്യൂവിനൊന്നും ഒരു കുറവും സംഭവങ്ങളുമില്ല. ഇനി നമുക്ക് ഇവരുടെ റെസ്റ്റോറൻറ്റ് കാണാൻ വേണ്ടി പോവാം.
പ്രോപ്പർട്ടിയുടെ മനോഹരമായ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ തന്നെ ആണെങ്കിൽ നമ്മൾ ഫുള്ളി ഗ്ലാസ് ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാ സംഭവത്തിനൊക്കെ ഇരിക്കുമ്പോഴും അവിടെ നിൽക്കേണ്ട ഇതാണ് നല്ല ആ ഒരു മൗണ്ടൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ബേസിക്കലി അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ ആണെങ്കിലും ഒരു പിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ക്യാമ്പ് ഫയർ മ്യൂസിക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അവർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 4 വില്ലകളാണ്. അപ്പോൾ ഒരു വില്ലയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 റൂംസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 3-4 ഫാമിലിയൊക്കെ ആണെങ്കിൽ ആ ഒരു ഒറ്റ വില്ല എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൈവസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള സെറ്റപ്പ് മൊത്തം അവിടെയുണ്ട്. ഇനി അതല്ല, ഇനിയിപ്പോൾ ഒരു ഹണിമൂൺ കപ്പിളായിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രീമിയം റൂം, ആ പ്രീമിയം റൂം ആണെങ്കിലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഗമണിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു 2 കിലോമീറ്റർ ഒരു ചെറിയൊരു റോഡ് മോശമുണ്ട്. എന്നാലും പക്ഷേ എല്ലാ വണ്ടിയും ഈവൻ ചെറിയ വണ്ടികൾ ഉൾപ്പെടെ എല്ലാ വണ്ടികളും എത്തും. പക്ഷേ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇനി ഒരു വലിയൊരു ഗ്രൂപ്പിനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബസ്സിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് നമുക്ക് ജീപ്പ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഇവിടെ താമസം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടിയിൽ അടിച്ച് പൊളിച്ച് താമസിച്ച് എൻജോയ് ചെയ്യാനായിട്ട്, അത് മാത്രമല്ല അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റേറ്റിനായിട്ടും ഇപ്പി ക്യാബ്സിനെ വിളിച്ചോ, ബാക്കി എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സെറ്റപ്പ് ചെയ്ത് തന്നേക്കാം.